ചേലക്കരയിൽ ₹1 ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ മുഖേന ജനകീയാസൂത്രണ പദ്ധതി 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി കൃഷിക്കാർക്ക് സൗജന്യ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ മുഖേന ജനകീയാസൂത്രണ പദ്ധതി 2024-25 ഉൾപ്പെടുത്തി ജനറൽ വനിതാ വിഭാഗങ്ങൾക്ക് പച്ചക്കറി കൃഷി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംരക്ഷിക്കുന്ന നയമാണ് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് കാണുന്നത്. അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയില്ല, നമ്മളെക്കാൾ മനുഷ്യനേക്കാൾ വില കൽപ്പിക്കുന്നത് ഇപ്പോൾ വന്യജീവികൾക്കായതുകൊണ്ട് നമുക്ക് അവയെ നശിപ്പിക്കാനും പറ്റില്ല. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പന്നികളെ വെടിവെക്കാനുള്ള അനുവാദമുണ്ട് എന്ന് പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരമുണ്ടെന്ന് ശരിയാണ്, പക്ഷേ ആ പന്നിയെ വെടിവെച്ചിട്ടാൽ പിന്നീട് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങളും നൂലാമാലകളൊക്കെ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ നിയമത്തിലുള്ള ഈ പര്യാപ്തത അത് അറിഞ്ഞ ഉടനെ കൊണ്ടാഴി തിരുവില്ലാതെ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരൊക്കെ എടുത്ത് ചാടി അവിടെ കുറേ പന്നികളൊക്കെ വെടിവെച്ച് വന്നു. അതുകൊണ്ട് അവിടുത്തെ പന്നിശല്യം തീർന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ വെടിവെച്ചിട്ട പഞ്ചായത്തുകൾ ഇപ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഖ്യ സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. കൃഷി ഓഫീസർ ബിഷാര, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പച്ചക്കറി ക്ലസ്റ്റർ ഭാരവാഹികൾ, കൃഷിക്കാർ, കൃഷിഭവൻ ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ്, പഴയന്നൂർ.